അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴ തുടങ്ങിയേക്കുവാണ് ഗായ്സ്. ഭയങ്കര മഴയ്ക്ക് മുന്നേ ഞങ്ങൾ ഇപ്പുറത്തെ അടുക്കളയിൽ വന്ന് പെട്ടുപോയി. ഞാനും കുഞ്ഞുക്കളെ അപ്പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല, അവളെ നനച്ചോണ്ട് പോകാനും ഒക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അടുക്കള ഇപ്പുറത്തും റൂം അപ്പുറത്തുമാണ്. ഇൻഷേർട്ട് ഇന്നൊരു കോൺക്രീറ്റ് ഉള്ളത് കാരണം നേരത്തെ പോകണമെന്ന് വന്നു, അല്ലേ ഇപ്പോഴേ എഴുന്നേക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ പാല് മേടിക്കാൻ പോയതാണ് അനുശേട്ടൻ, ഇതുവരെ കാണുന്നില്ല, നോക്കാം എന്തായാലും. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടോ, ഇതിനകത്ത് കൂടെ ഇങ്ങനെ തൂവാനും അടിച്ചു കയറും. അപ്പോൾ അത് കാണുന്നുണ്ട്, നമ്മുടെ അനീഷേട്ടൻ പാലുമായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇത് പാല് കാച്ചാനായിട്ടല്ലാതെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നമ്മുടെ സവാളയും പൊളിച്ച് നമുക്ക് തേങ്ങായും തിരുമാം നമ്മുടെ ഉപ്പുമാവിന് വേണ്ട. ഇത് നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേയിലയൊക്കെ ഇട്ടു. അനീഷേട്ടന് മധുരം വേണ്ടാത്തത് കൊണ്ട് നമ്മൾ പഞ്ചസാര എങ്ങനെ ഇടുന്നില്ല. ഞാനും ഇപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പഞ്ചസാര ഇല്ലാതെ കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായക്കുള്ളത് റെഡിയായി. നമ്മുടെ ഉപ്പുമാവിന് സവാള അരിയാൻ പോയ സമയത്തേക്ക് പാൽ കുറച്ചങ്ങ് തിളച്ച്, കുറച്ചേ പോയുള്ളൂ. ഞാൻ നോക്കി നിന്നെയാണ്, പക്ഷെ എന്നിട്ടും കുറച്ച് അങ്ങ് പോയി. അപ്പോൾ നമുക്കിനി നമ്മുടെ സവാള അരിഞ്ഞു കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ അരിയാനായിട്ട് വാങ്ങിച്ചൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ നൂല് പൊട്ടിപ്പോയത് കാരണം ഞാനിപ്പോൾ ഇത് ഉഴുന്നിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് ഇത് അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ റവയാണെങ്കിൽ ഇത് വറുത്ത റവയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിനകത്തൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചൂടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. കിളിക്കും ചോട്ട് മൂലം താഴെ നിന്ന് ചായ കുടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു അടുപ്പിൻ്റെ അവിടെ കയറി നിന്നുകൊണ്ട് രണ്ടുപേരും ചായ കുടിക്കും. ഒരാൾക്ക് സ്പൂണിട്ടായിരുന്നു കുടിക്കുന്നത്, മധുരം ഇട്ടേ. അപ്പോൾ മധുരം ഇല്ലാതെ സാധാരണ ഞാൻ ചായ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മധുരം വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് അങ്ങനെ മധുരം ഇട്ട് തന്നെ സ്പൂണും കൊണ്ട് കോരി കുടിക്കുകയാണോ കുഞ്ഞിക്കിളി കണ്ടോ. അപ്പോൾ സവാള ഇച്ചിരി വഴറ്റിയിട്ടാണ്, ഇച്ചിരി ഒരുമാതിരി ഇത് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ റവ ഇട്ട് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുന്നതേ വെളിച്ചെണ്ണ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. അനുസരണം വെളിച്ചെണ്ണ കുറവായിരുന്നു. അപ്പം ഉള്ള വെളിച്ചെണ്ണയ്ക്കകത്തിലാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വാടി വന്നപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അത്രയും വെള്ളം മതിയായിരിക്കും. എന്നിട്ട് ഇതിന് നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് റവ ഇട്ട് കൊടുക്കുന്നത്. കോൺക്രീറ്റിന് പോകാൻ ഒരുക്കി വന്നിരിക്കുന്ന അനീഷേട്ടൻ കൊച്ചിൻ്റെ ചോട്ടുമോൻ്റെ കണ്ണാടിയും വെച്ചോണ്ട് വന്നേക്കുവാണ്. അയ്യോ, നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒറ്റ കൈ കൊണ്ടായത് കാരണം വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് റവയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മൾ റവയെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്ക് കുഴഞ്ഞിരിക്കുന്നത് നമ്മൾ അടച്ച് വെച്ചിനി വേവിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ തേങ്ങായും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് ഇച്ചിരി തണുത്തിട്ടൊക്കെ അല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇന്നലെ ഇരുന്ന കുറച്ച് ചില്ലി ചിക്കൻ്റെ ബാക്കിയാണ്. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അത് ഞാൻ ചെന്ന ഉപ്പുമാവിൻ്റെ കൂടെ ഇനി അതുകൂടെ കൊടുക്കാം, അല്ലേ ഇവിടെ കിടന്ന് വഴക്കിടും. അപ്പോൾ നമ്മൾ അതുകൂടെ ഒന്ന് ചൂടാക്കുവാണേ. അപ്പോൾ ഇന്ന് ഇവിടേക്ക് ഒന്ന് തേച്ച് കഴുകാം എന്ന് വിചാരിച്ചാണ്. കാരണം ഇന്ന് അനീഷേട്ടന് കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് വരത്തില്ല, രാവിലത്തതും ഫുഡ് വേണ്ടായിരുന്നു. പക്ഷേ ഞാൻ മഴയായത് കാരണം ഞാൻ ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചെന്നാൽ കോൺക്രീറ്റ് കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ പറഞ്ഞു ഇന്ന് അവർ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കോൺക്രീറ്റ് നടത്തിയേ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ അത് കാരണം അനീഷേട്ടന് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഇനി ഉച്ചക്കത്തേക്ക് ഫുഡ് വേണ്ടാമല്ലോ, അപ്പം ഞങ്ങൾക്കുള്ളത് മതി. അത് കാരണം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞായറാഴ്ചകളിലൊക്കെ അല്ലേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അടുപ്പുകളിൻ്റെ അവിടെ എല്ലാം നമ്മൾ പാതകം എല്ലാം തേച്ച് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ എവിടെ പോവാം ഞാട്ടെ? മഴയായത് കാരണം താമസിച്ചാണ് പല്ല് തേക്കാൻ പോകുന്നു. കുഞ്ഞിക്കിളിയും ഞാൻ മോൻ ഉപ്പുമാവും എന്തോ എൻ്റെ ചില്ലി ചിക്കനും കൂടെ കഴിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിക്കിളിക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി വാരി കൊടുക്കണം അവർക്ക്. പുട്ടല്ല എന്തുവാ ഉപ്പുമാവും കൂടെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് കൊടുക്കാൻ പോവാണ്.
ഓടിവാ 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 ഓടിവാ. നമ്മൾ ചോറിടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളമാണ് അപ്പുറത്തിരിക്കുന്നത്. അത് ഇന്നലത്തെ വെള്ളം. ഇതിനി നമുക്ക് തിളപ്പിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിടാനായിട്ടാണ്. അങ്ങോട്ട് നമ്മൾ വെച്ചതേ ഉള്ളൂ. അപ്പം ഞാനിനി ഉപ്പുമാവ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 9:40 അപ്പം ഞാൻ ഇന്ന് കഴിക്കുന്നത് ചീനിച്ചട്ടിക്കകത്താണ്. നമ്മുടെ ചില്ലി ചിക്കൻ ചൂടാക്കിയ ഇനിയും പ്ലേറ്റ് എടുത്ത് വെറുതെ അതും നാട്ടുണ്ടാലോ എന്ന് ചില്ലി ഞാൻ വിചാരിച്ചു എന്നാൽ ചീനിച്ചട്ടിക്കകത്തും കഴിക്കാമെന്ന്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. അന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം, അപ്പം അതുകൂടെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. അങ്ങനെ നമ്മൾ ചോറൊക്കെ അടച്ചിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇനി റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്കിനി അകമൊക്കെ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയില്ലയോ. രാവിലത്തെ ഇവിടെ 2 പേര് ഇവിടെ ഉള്ള ദിവസങ്ങളിലെല്ലാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മൾ കിടക്കുന്ന കട്ടിൽ രാവിലെ ഇരുന്നിട്ടപ്പോഴേ വിരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും ഇതിലെല്ലാം 2 പേരും കയറി ഇതാക്കിയതാണ്. അതാണ് ഇങ്ങനെ ചുരുണ്ട് കയറി കിടക്കുന്നത്. പിന്നെ ഇതെല്ലാം അവരുടെ പണിയെല്ലാം വൃത്തികേടാക്കിയിട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാൻഡ് ഇങ്ങോട്ട് നീക്കി വെച്ചേക്കാണ്. ഇവിടെ മേൽവശത്ത് ചെറിയൊരു ചോർച്ചയുണ്ട്. അപ്പോൾ അത് കാരണം മേളിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചേക്കുക. ഇവിടെ എല്ലാം വെള്ളം വീണ് കിടക്കുക. അപ്പം ഇപ്പുറത്ത് 2 അത് നമ്മൾ മറ്റേ പഴയ വീടിനോട് ചേർത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് പൊളിച്ചപ്പം നമ്മളിവിടെ ഭിത്തി കെട്ടിയപ്പം ഈ ഭിത്തിയുടെ ഈ ഭാഗത്തുനിന്ന് നമുക്കിങ്ങനെ വെള്ളം വീഴുന്നതാണ്. ഇവിടെ എല്ലാം വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇനി വൃത്തിയാക്കണം. പിന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഹാളും ഒരു റൂമും മാത്രമേ ഉള്ളൂ. നമ്മൾ ഫൗണ്ടേഷൻ കെട്ടി ഇട്ടേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടും കൂടാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെയും അനീഷേട്ടൻ്റെയും കുറച്ച് പഴയ ഫോട്ടോസൊക്കെ ഇതൊക്കെ അങ്ങ് പന്നലായി ഇതൊക്കെ അലമാരിയുടെ മേളിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് ചുമ്മാ തുടച്ച് ഞാൻ വെറുതെ ഇവിടോട്ടൊന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ പഴയ ഓർമ്മകളാണ്. വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെള്ളം വീണൊക്കെ ഇതൊക്കെ പന്നലായി. അപ്പോൾ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇത് ഈ ടേബിളിൻ്റെ കീഴിലാണ് എൻ്റെ പണിപ്പുര. നമ്മുടെ ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ വെച്ചാണ്. കാരണം വേറെ എങ്ങും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ല. പിന്നെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വെച്ചാണ് ഞാൻ ഇതെല്ലാം ഹെയർ ബാൻഡും ഹെയർ ആക്സസറീസും മാലയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ചോട്ടുമൺ സൈക്കിൾ രാവിലെ തൊട്ട് സൈക്കിൾ മേടിച്ചണൊക്കെ അത് താത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഫുൾ ടൈം അതിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി സിറ്റ് ഔട്ട് തുടയ്ക്കാം. റൂമൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം വിരിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി തുണി വിരിച്ചേക്കുന്ന മേളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ കുഞ്ഞുങ്ങൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ തുണി ഇട്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളമെല്ലാം ഒഴുകി ഇങ്ങോട്ടിങ്ങ് പോരും ആ ഭിത്തിയെന്നുള്ള വെള്ളമേ. അപ്പോൾ ഇവിടെയും നമ്മൾ വൃത്തിയാക്കി ഇവിടെയും തുണി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും മേളിൽ നിന്ന് ഇങ്ങനെ ഭിത്തിയിൽ നിന്ന് വെള്ളം വീഴുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടോ. അപ്പോൾ നമുക്കിനി സിറ്റ് ഔട്ട് തുടയ്ക്കാനായിട്ട് പോകാം. താളി ഉണ്ടാക്കാമെന്ന് ചൊല്ലി വന്നേക്കുവാണ്. ചെമ്പരത്തിയൊക്കെ ഇട്ടു. എല്ലാം മിക്സിയിൽ അടിക്കാമെന്ന് ചൊല്ലി വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര കാറ്റും മഴയുമാണ്. അപ്പോൾ നമ്മൾ കരണ്ട് പോയാൽ പണി പാളും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഉഴുന്നും പിന്നെ പാലും നമ്മുടെ കടലമാവും എല്ലാം കൂടെ ഇട്ടൊരു ചുമ്മാ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് എല്ലാം ഞാൻ നേരത്തെ നല്ലപോലെ വാഷ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. വല്ലപ്പോഴുമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെയൊക്കെ പരീക്ഷിക്കത്തുള്ളൂ. പിന്നെ അതും വല്ല വീഡിയോസിലൊക്കെ കാണുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പരീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ചുമ്മാ രസത്തിന് പാലും പിന്നെ നമ്മുടെ കടലമാവും കൂടെ നേരത്തെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നെ ഞാൻ ഇച്ചിരി ഉഴുന്നും ചെറുപയറും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ നമുക്കിനി താളിയും അറിയാമല്ലോ, ചെമ്പരത്തിയിലയും പിന്നെ നമ്മുടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ അരച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഫേസ് പാക്ക് ഇട്ടിട്ട് നിടവ്. ഇപ്പോൾ ഫേസ് പാക്ക് എനിക്ക് മാത്രമല്ല ചോട്ടുമോനും കൂടെ ഞാൻ എടുത്ത സമയത്തേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനും കൂടെ വേണമെന്ന്. അപ്പോൾ നമുക്ക് അവനും കൂടെ കൊടുക്കാം. അപ്പോൾ ശകലം നമ്മുടെ ചോട്ടുമോനെ ഞാനിത് എടുത്ത സമയത്ത് അവൻ വേണമെന്നും പറഞ്ഞ് വഴക്കായിരുന്നു, എനിക്കൂടെ വേണമെന്ന്. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബഹളം. പിന്നെ ഇച്ചിരി നിർബന്ധിച്ച് ഞാൻ ഇച്ചിരി തേച്ച് കൊടുത്തതാണ്. എന്താ മതി.
അങ്ങനെ നമ്മുടെ താളി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ ചോട്ടുമോൻ്റെ തലയിൽ ആദ്യം നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ചോട്ടുമോനാണ് എൻ്റെ തലയിൽ തേച്ചായിരുന്നു. അതോട്ട് തേക്കണം അവനെ. അവൻ എൻ്റെ തലയിലാണ് തേച്ച് തരുവാണ്. എനിക്ക് സ്വന്തമായിട്ട് തേച്ച് ശരിയാവത്തില്ല, വീഡിയോ എടുക്കാനും ഇവിടെ പറ്റാത്തത് കൊണ്ട് അവൻ തേച്ച് തരാമെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയിലെല്ലാം നല്ലപോലെ ഇങ്ങനെ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇനി കുളിക്കാൻ പോകുന്നത്. അപ്പം ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുണി കഴുകാൻ പോവാം. ഇനി അതിന് ഇവനെ കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിച്ചിട്ട് വേണം ഇനി തുണി കഴുകാനായിട്ട്. ഭയങ്കര മഴയാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നീ കഴിക്കുക. ആദ്യം ഇവനെ കുളിപ്പിക്കണം, എന്നിട്ട് തുണി കഴുകണം, എന്നിട്ട് ഇനി കുളിച്ചിട്ട് വന്നിട്ടിനി നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് ക്യാബേജും വൻപയറൂടെ ഇട്ട തോരനാണ്. അത് ക്യാബേജും ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് തന്നെ അടിച്ചതാണ്. പൾസിലിട്ട് ചെറുതായിട്ട് കുറേശ്ശെ ഇട്ട് അടിച്ച് അങ്ങനെ എടുത്തതാണ്. പിന്നെ നമുക്ക് പച്ചമോരുണ്ട്, പിന്നെ നമുക്ക് ഉണക്കമീനുണ്ട്, പിന്നെ കുഞ്ഞിക്കിളിക്കും ചോട്ടുമോനും ബുൾസേ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബുൾസേ ഉണ്ട്. ഓംലേറ്റ് അടിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാണ്. ആണ്ടെ അടുത്ത മുട്ട കണ്ട നമ്മുടെ അമ്മ എടുക്കുക. ആണ്ടെ അത് ചെറുതായിട്ട് താഴെ വീണ് പൊട്ടിയായിരുന്നെങ്കിലാ അണ്ടെ താഴെ വീഴുന്നാണ് വീണ്. ഇല്ലില്ല അതിന് തോന്നുന്നു ഒരു പാത്രത്തിൽ തന്നെ 2 പേർക്കും. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉള്ളി ഏറെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നേരം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളി ഏറെ ഇട്ടതാണ്, സവാള. അങ്ങനെ ഞാനും കുഞ്ഞിക്കിളിയും കൂടെ ചോറ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ക്യാബേജും വൻപയറും കൂടെ ഉള്ള തോരന്, ഉണക്ക മീനുണ്ട്, പിന്നെ കുഞ്ഞിക്കിളിയുടെ ബുൾസൈ, എൻ്റെ ഓംലേറ്റ്, ഇന്നലത്തെ ശകലം ചക്ക. ഞാൻ പച്ചമോരെടുത്തില്ല, കാരണം ഞാൻ കഴിക്കും, കുഞ്ഞിക്കിളി കഴിക്കത്തില്ല. അപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ ആയത് കാരണം ഞാൻ പച്ചമോരെടുത്തില്ല. അവർക്ക് കൊടുത്തിട്ടല്ലേ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുഞ്ഞിക്കിളിക്ക് കൊടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളി ഉച്ചയുറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അമൃതം പൊടിയുടെ കേക്ക് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞിക്കിളി അതിൽ നിന്ന് മാന്തി എടുത്തതാണ് കേട്ടോ. പക്ഷേ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് വെന്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കിളി ഇവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞിക്കിളി അമ്മയുടെ അമൃതം പൊടിയുടെ കേക്ക്? കേക്ക് എങ്ങനെയുണ്ടെന്ന് കൊള്ളാവോ? പറ എങ്ങനെ. ഒന്ന് പറഞ്ഞു, ഇതെന്ത് കേക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാണോ? സൂപ്പറാന്നൊന്ന് കാണിച്ചേ. എങ്ങനാ സൂപ്പറെന്ന് കാണിക്കുന്നത്? സൂപ്പറാന്ന് കാണിക്കുക ഇങ്ങനെ. സൂപ്പറാണോ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഒരു ബൈ കൊടുത്തേ.